അമീൻ, ഇപ്പൊ റിയാസുദ്ദീൻ പറഞ്ഞു വെക്കുന്നത് പോലെ വളരെ നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയോ ഒറ്റപ്പെട്ട തലത്തിലുള്ള പ്രവൃത്തിയോ എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ല. അങ്ങ് അവർക്ക് വേണ്ടിയിട്ട് ആ പ്രവർത്തകർ, സോളിഡാരിറ്റിയുടെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് കോടതി കയറുകയും അവർക്ക് ജാമ്യം എടുക്കാനുള്ള ശ്രമമടക്കുകയും ചെയ്തുവെങ്കിലും കോടതിയിൽ പറയുന്ന ഭാഷ പൊതുസമൂഹത്തിന് അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല. ഇത് നോക്കൂ, സയ്യിദ് കുത്തുബ് ആരാണ് എന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് തോന്നിയ ഒരു പോസ്റ്റർ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്നതല്ല. ഒരു സമരത്തിനെത്തുമ്പോൾ ആ രാഷ്ട്രീയത്തെ ഉപാസിക്കുന്നവർ, ആ രാഷ്ട്രീയത്തെ മനസ്സിലേറ്റുന്നവർ, ആ രാഷ്ട്രീയത്തെ നെഞ്ചേറ്റുന്നവർ, അവർക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സമരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിന് ഒരു സ്കൂളിംഗ് ഉണ്ടാവണം അല്ലേ? ഇന്ന രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്, ആ രാഷ്ട്രീയവുമായി നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നുണ്ടെന്ന ബോധ്യത്തിൽ നിന്നല്ലേ നമ്മുടെ രാഷ്ട്രീയ സമരത്തിൽ ഒരു ഐഡലായിട്ട് വരിക. അപ്പോൾ ആ തരത്തിലുള്ള പഠനങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അതൊരു സുപ്രഭാതത്തിൽ ഒരൊറ്റപ്പെട്ട നിലയിൽ ഉണ്ടാകുന്ന ചിന്ത കൊണ്ടല്ല, ഒരു സമൂഹത്തിന്റെ, അതായത് അവിടെ സമരത്തിനെത്തുന്ന സമൂഹത്തിൻ്റെതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു സാമുദായിക സമൂഹത്തിന്റെ എന്നുള്ള നിലയ്ക്കല്ല. അപ്പോ അങ്ങനെ ഒരു പോസ്റ്റർ ഉയരുന്നത് അത്ര ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് റിയാസ് പറഞ്ഞതുപോലെ തന്നെ ഒറ്റപ്പെട്ടതെന്നോ നിഷ്കളങ്കമെന്നോ കാണാൻ കഴിയില്ല, അങ്ങ് എത്ര പൊതിഞ്ഞു പിടിച്ച് പറഞ്ഞാലും. മാധു, ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർക്കൊക്കെ ഇടപെടാതെ നൽകിയതുപോലുള്ള ഒരു സമയം അങ്ങ് എനിക്കും അനുവദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്, എക്കോ ഉണ്ട്, ഒന്ന് ശരിയാക്കാൻ പറയാം. ഈ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ PR ശിവശങ്കരൻ ഇവിടെ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ മലപ്പുറം ജില്ലയെക്കുറിച്ചായതുകൊണ്ടാണ്. ശ്രീ ശിവശങ്കർ, മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും +2 പഠിക്കാൻ കുട്ടികൾക്ക് സീറ്റില്ല. SNDPയുടെ പേരിൽ അനുവദിച്ചാലും മതി. മലപ്പുറം ജില്ലയിൽ +2 സ്കൂളുകളടക്കം അനുവദിക്കണം എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുമോ? മലപ്പുറത്ത് എന്നൊക്കെ സർക്കാരുകൾ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ അന്നൊക്കെ എതിർത്ത നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ ഒരു വസ്തുതാവിരുദ്ധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളും കോളേജുകളും ഉള്ളത് ആർക്കാണ്? NSSനും സവർണ ക്രിസ്ത്യൻ സഭകൾക്കുമാണ്. അത്തരത്തിൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട തുരുത്താണോ ശിവശങ്കർ? കേരളത്തിൽ പൊതുവായി സാമുദായികമായിട്ടുള്ള സ്കൂളുകൾ അനുവദിച്ചതിൻ്റെ കണക്കുകളെടുത്ത് വസ്തുതാപരമായിട്ടുള്ള ഒരു ചർച്ചകൾക്ക് നിങ്ങൾ തയ്യാറാണോ? പെരിന്തൽമണ്ണയിലെ വെള്ളാപ്പള്ളി നടേശൻ്റെ എയ്ഡഡ് കോളേജ് അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡ് ആക്കുന്നതിൽ ഞങ്ങൾക്ക് എന്താ വിരോധം? BJP ആവശ്യം ഉന്നയിക്കുമോ? SNDPയുടെ പെരിന്തൽമണ്ണയിലുള്ള കോളേജിൻ്റെ എയ്ഡഡ് പദവി നൽകണം മലപ്പുറം ജില്ലയിൽ എന്ന ആവശ്യം നിങ്ങൾ ഉന്നയിക്കുമോ? 10 വർഷമായി പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇവിടുത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാണ്, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന പ്രസ്താവന നടത്തുമ്പോൾ അതിലുള്ള വർഗീയത, അതിൻ്റെ വംശീയമായ താല്പര്യം കാണാതെ അതിനെ ന്യായീകരിക്കാൻ ഒരു മുഖ്യമന്ത്രി ചെന്ന് ആ വേദിയിലിരുന്ന് അദ്ദേഹത്തെ ന്യായീകരിച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ, നിങ്ങളും ആരാണ് ഇവിടെ, ഞാൻ അതാണ് മാധു, ആരാണ് ഇവിടെ ഒക്കെ ചങ്ങാതിമാർ എന്ന കാര്യത്തിൽ എന്താണ് തർക്കം? ഒന്നാമത്തെ കാര്യം. രണ്ട്, റിയാസുദ്ദീൻ കേൾക്കാൻ കഴിഞ്ഞില്ല. ശരാശരി കേരളത്തിലെ ഞാൻ നീ പറഞ്ഞ പോലെ ഒന്നും മിണ്ടില്ലല്ലോ. നിങ്ങൾ മലപ്പുറത്തെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അഭിപ്രായത്തെ തികച്ചും തെറ്റാണ് എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. മുഖ്യമന്ത്രി അതേ നിലപാട് സ്വീകരിച്ച് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു പോയത്. അല്ല, വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പോയി അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയാണ് പറഞ്ഞത് എന്നത് പറഞ്ഞാണ് നമ്മൾ ഈ ചർച്ചയിൽ അത് വിഷയമാക്കിയതുമാണ്. റിയാസ്, അമീൻ പെട്ടെന്ന് തുടരണം. അതെ, അതായത് റിയാസ്, എൻ്റെ വിമർശനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മലപ്പുറത്തെ SP-ക്ക് 1/2 ഡസനിലധികം പരാതികൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വംശീയ പ്രസ്താവനയ്ക്ക് ലഭിച്ചതിന് ശേഷം നേരത്തെ നിങ്ങളുടെ മന്ത്രി വാസവൻ പാലയിലെ ബിഷപ്പ് നടത്തിയ വിഷലിപ്തമായ പ്രസ്താവനയ്ക്ക് അദ്ദേഹം പണ്ഡിതനാണെന്ന് പറഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുപോലെ നിങ്ങളുടെ മന്ത്രി സജി ചെറിയാൻ വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഞങ്ങൾ കണ്ടതാണ്. ആ നിങ്ങളുടെ പോലീസ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന വഖഫ് വിഷയത്തിൽ ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ അതിന് വരുന്ന ബസ്സുകൾ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇതേ SP നടപടി, ഞാൻ പറയട്ടെ റിയാസ്, ഇത് ശരിയല്ല, നിങ്ങളിത് ചെയ്യുന്നത് ശരിയല്ല. ഈ SP ആണ് ഇൻഡാസ് ഇറക്കുന്നത്. എന്നിട്ട് ആ വിദ്യാർത്ഥി സമരത്തെ അടിച്ചൊതുക്കുകയാണ് ചെയ്തത്. മാധു, ഞാൻ CPM-കാർ ചെയ്യുന്ന പോലെ താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. താങ്കളിവിടെ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ബ്രദർഹുഡിനെ കുറിച്ച് സംസാരിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്കാർ സയ്യിദ് കുത്തുബിനെ കുറിച്ച് സംസാരിക്കുന്നത് അങ്ങനെ പൊതിഞ്ഞ് അങ്ങനെയൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല മാധു. ആ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന
അവരുടെ ബ്രദർഹുഡിനോടുള്ള ആശയപരമായ അവരുടെ ഐക്യത്തെക്കുറിച്ച് സയ്യിദ് കുത്തുബിൻ്റെ ലേഖനങ്ങൾ, പുസ്തകങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. സയ്യിദ് കുത്തുബിനെ കുറിച്ച്, ബ്രദർഹുഡിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ നമുക്കാവാം. കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ സമരത്തിന് അത് പ്രസക്തമാണെന്നൊക്കെ ആവാം. പക്ഷേ ബ്രദർഹുഡ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഈജിപ്തിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈജിപ്തിൽ മുല്ലപ്പൂ വസന്തത്തിന് ശേഷം, മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം ഏറ്റവും വലിയ ജനകീയ അടിത്തറയോടുകൂടി അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും മുഹമ്മദ് മുർസി അവിടെ പ്രസിഡന്റ് ആവുകയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈജിപ്തിലെ ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു ഭീകര സംഘടനയാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അവിടുത്തെ പട്ടാള മേധാവിയാണ്. പട്ടാള ഭരണം നടക്കുന്ന ഈജിപ്തിലെ ബ്രദർഹുഡിനെ കുറിച്ചുള്ള നിലപാട് വെച്ചല്ല ബ്രദർഹുഡിനെ കുറിച്ച് മറ്റു വിമർശനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമ്മൾ ഉന്നയിക്കുന്നത്. ഇതിനേക്കാൾ വലിയ സാംസ്കാരിക പാരമ്പര്യമൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന സംഘടനകൾ ഇന്ത്യയിലുമുണ്ട്. അതുമാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, കൂട്ടുകച്ചവടമാണോ എന്നുള്ളത്. അമീൻ.